ഹലോ അസ്സലാമലൈക്കും. റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കനും കൊണ്ടാണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ചില്ലി ചിക്കൻ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ലൂസായിട്ടൊക്കെ കിടക്കുന്നതെന്ന്. ഇത് ടേസ്റ്റ് ഉണ്ടാവും. ഒട്ടും എണ്ണ ചേർക്കാതെ അതേപോലെ ഫ്രൈ ചെയ്യാതെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയി കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, നമ്മൾക്ക് എണ്ണ ചേർക്കാതെ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കണ്ടു നോക്കിയാലോ. അതിനു വേണ്ടി ഞാൻ എടുത്തിരുന്ന ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 5 പച്ചമുളകും അതേപോലെ കുറച്ചധികം കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഗ്യാസൊക്കെ കുറച്ച് നോർമലാക്കി വെക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വറുത്ത് എടുക്കുക. ഈ പൊടികളിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഇതേപോലെ നമ്മൾക്കിതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ വറുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് നിറയെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. അതിന് ശേഷം ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ എടുത്ത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതേപോലെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മൾക്കൊരു 10-20 മിനിറ്റ് ചിക്കൻ വേവിക്കാൻ വേണ്ടി നമുക്ക് അടച്ച് വെക്കണം. അതിന് മുമ്പ് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സാക്കി നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത്. നമ്മളെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല. നമ്മളതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നമ്മൾ ലെമൺ ജ്യൂസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് 2 ഉള്ളിയാണ്. 2 ഉള്ളി നമ്മൾ ചില്ലി ചിക്കനെയൊക്കെ കഷ്ണങ്ങളാക്കുമ്പോൾ ട്യൂബ്സായിട്ട് കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുത്ത്, അതേപോലെ ഒരു വലിയ ക്യാപ്സിക്കം ഇതേപോലെ ട്യൂബ്സാക്കിയിട്ട് അതും ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സോസായിട്ട് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ നമ്മൾ സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ നമ്മൾ കോൺഫ്ലവറും കൂടി കലക്കി ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രേവി നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ ചെയ്യാം. നിങ്ങൾ ഗ്രേവി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി ഒന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ച് നമുക്കതൊന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. നമ്മളൊന്ന് അടച്ച് നമുക്ക് തീയൊക്കെ ഓഫാക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മളെ ചില്ലി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെയാണ് എടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എണ്ണ ചേർക്കാതെ ഫ്രൈ ചെയ്യാതെ ഹെൽത്തിയായ ചില്ലി ചിക്കൻ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം. എന്നാൽ ശരി, വേറെ ഒരു വീഡിയോ ആയി വരുന്നവരെ അസ്സലാമലൈക്കും. താങ്ക് യു.